ടീം UDF എന്ന മുദ്രാവാക്യവുമായിട്ടാണ് UDF തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. കൂട്ടായി പ്രവർത്തിക്കാനും വലിയ വിജയം കൈവരിക്കാനും ഈ മുദ്രാവാക്യത്തിന് അനുസൃതമായി പ്രവർത്തിക്കുക വഴി അവർക്ക് സാധിക്കുകയുണ്ടായി. എന്നാൽ അധികാരം പങ്കിടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതിസങ്കീർണമായ ഒരു പ്രക്രിയയാണത്. 21 മന്ത്രിമാരെ നിശ്ചയിക്കണം, അവർക്ക് ആവശ്യമായ വകുപ്പുകൾ നൽകണം. അത് അവരുടെ യോഗ്യതയനുസരിച്ചും അവരുടെ പാർട്ടി ബലം പരിശോധിച്ചുമാണ് നൽകേണ്ടത്. മന്ത്രിസഭയിൽ 21 വകുപ്പുകളുണ്ട് എങ്കിലും പൊതുജനങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ആവശ്യമില്ലാത്ത വകുപ്പുകളും നല്ല വകുപ്പുകളും മന്ത്രിസഭയിലുണ്ട് എന്നുള്ളതാണ്. അതായത് ചില വകുപ്പുകൾ എല്ലാവർക്കും വേണം, ചില വകുപ്പുകൾ ആർക്കും വേണ്ട. അതേസമയം എല്ലാ വകുപ്പുകളും ചേരുമ്പോഴാണ് ഒരു ഭരണം സമഗ്രമാകുന്നത്, സമ്പൂർണമാകുന്നത്. ഈ വകുപ്പുകളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളെയും കണക്കിലെടുത്താണ്, എല്ലാ ജനസമൂഹങ്ങളെയും മുമ്പിൽ കണ്ടാണ്, എല്ലാവരുടെയും ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ ലക്ഷ്യം വെച്ചാണ്. എങ്കിലും വളരെ പ്രധാനപ്പെട്ടതെന്ന് MLA-മാർ തന്നെ കരുതി വച്ചിരിക്കുന്ന വകുപ്പുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ വേളയിൽ എല്ലാവരും സമ്മർദ്ദം ചെലുത്തുന്നത്. കൂടുതൽ MLA-മാരുള്ള മുന്നണികൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്തും. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതുകൊണ്ട് ചില സമ്മർദ്ദങ്ങൾക്ക് മുഖ്യമന്ത്രി വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയാണ്. സാധാരണ നിലയിൽ മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ആഭ്യന്തര വകുപ്പ് നിൽക്കാറുള്ളത്. ഇത്തവണ പക്ഷേ ആഭ്യന്തരം മറ്റൊരു ഗ്രൂപ്പ് നേതാവിന് നൽകേണ്ടി വന്നു. അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് നേതാവിന് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ നൽകി അദ്ദേഹത്തെ തൃപ്തനാക്കുകയോ ശാന്തനാക്കുകയോ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴും മുഖ്യമന്ത്രി തൻ്റെ അധികാരം കുറയാതിരിക്കാൻ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തി എന്നുള്ളതാണ് സത്യം. ധനകാര്യ വകുപ്പ് പൊതുഭരണ വകുപ്പിന് പുറമേ അദ്ദേഹം സ്വീകരിക്കാൻ സന്നദ്ധമായി. അതിനു പുറമെ നിയമം, തുറമുഖം പോലെയുള്ള വികസന സാധ്യതയുള്ള പല വകുപ്പുകളും മറ്റാരേക്കാളും അധികം തൻ്റെ തസ്തികയോട് കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയാണ് ഭരണം നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. എങ്കിലും മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകളിൽ പ്രത്യേക പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചേ മതിയാവൂ. എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി തലയിടാൻ പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചാൽ പള്ളിക്കൂടത്തിൽ ഹെഡ് മാസ്റ്ററും കുട്ടികളും എന്നുള്ള പരിഹാസം കലർന്ന വിമർശനത്തിന് മുഖ്യമന്ത്രി വിധേയനാകും. വലിയ തിരിച്ചടി ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ടീം UDF ആയി തുടരണമെങ്കിൽ പ്രവർത്തന സ്വാതന്ത്ര്യം മന്ത്രിമാർക്കും വകുപ്പുകൾക്കും പ്രത്യേകം ലഭിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഒരാൾ ടീം ലീഡർ എത്ര പ്രഗത്ഭനാണെങ്കിലും ഇത്രയും വലിയ ഒരു സങ്കീർണതയുള്ള സംസ്ഥാനത്ത് ഭരണവിജയമുണ്ടാകുന്നതിന് ഒരാൾക്ക് മാത്രം നേതൃത്വം നൽകിയാലും സാധ്യമാകുന്ന കാര്യമല്ല. കളക്റ്റീവ് ലീഡർഷിപ്പാണ് ആവശ്യമായിട്ടുള്ളത്. കളക്റ്റീവ് ഇൻ്റലക്റ്റാണ് വേണ്ടിവരുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിലെടുത്ത് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ച് അതേസമയം മന്ത്രിമാര് സ്വന്തം സാമ്രാജ്യങ്ങളായി വകുപ്പുകളെ മാറ്റാതിരിക്കാൻ പ്രത്യേക നിരീക്ഷണവും ഇടപെടലും നടത്തി മുഖ്യമന്ത്രി മുന്നോട്ടു പോയാൽ ടീം UDF വിഭാവന ചെയ്യുന്ന നവകേരള നിർമ്മിതി സാധ്യമായി കൂടായികയില്ല.